അല്ല, എൻ്റെ പ്രതികരണം ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. കാരണം ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ നമ്മളുടെ സഹോദരിമാരെ, കലാരംഗത്ത് പ്രവർത്തിക്കുന്ന പ്രത്യേകിച്ചും സ്ത്രീകളെ ഏതെങ്കിലും തരത്തിൽ വിഷമിപ്പിക്കുകയോ അവരെ ദ്രോഹിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം. അതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഒരു കലാകുടുംബത്തിലുള്ള ആളാണ്. എൻ്റെ അമ്മ ഉൾപ്പെടെ താഴോട്ട് ഇപ്പോൾ എൻ്റെ സഹോദരി ഇന്നലെ ഇറങ്ങിയ ഒരു സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട്, പാലും പഴവും. ഇനി പൊന്മാൻ എന്ന് പറഞ്ഞ ബേസിൽ ജോസഫിൻ്റെ ഒരു സിനിമയിൽ പ്രധാനപ്പെട്ട ഒരു വേഷം അഭിനയിക്കുകയാണ്. പിന്നെ എൻ്റെ സഹോദരിയുടെ മക്കളെല്ലാം വലിയ ഡയറക്ടർമാരാണ്. കുടുംബത്തിൽ തന്നെ ഒരുപാട് പേര് കലാരംഗത്തും നാടകരംഗത്തും സീരിയൽ രംഗത്തും ഒക്കെ പ്രവർത്തിക്കുന്നു. അപ്പോൾ അവർക്ക് പണ്ടൊക്കെ ഏതെങ്കിലും ഒരു പെൺകുട്ടി കുടുംബത്തിൽ നിന്നും ഇങ്ങനെ കലാരംഗത്തേക്ക് പോയി കഴിഞ്ഞാൽ കൂടെ പോകാൻ അച്ഛനോ അമ്മയോ ആങ്ങളമാരൊക്കെ ഉണ്ടാവും. വാൽ നക്ഷത്രം എന്നാണ് പറയുന്നത്. എന്നാൽ ഇപ്പോൾ അങ്ങനെ എല്ലാവർക്കും ബിസിയാണ്. അപ്പോൾ പെൺകുട്ടികൾ, സ്ത്രീകൾ കലാരംഗത്ത് പോയി അഭിമാനത്തോടെ അന്തസ്സോടെയും ജോലി ചെയ്ത് കുടുംബത്തെ പോറ്റാനും പേരും പ്രശസ്തിയൊക്കെ ഉണ്ടാക്കാനുമുള്ള ഒരു സാഹചര്യം ഏറ്റവും നല്ല രീതിയിൽ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ തന്നെയാണ്. അതിനകത്ത് യാതൊരു സംശയമില്ല. പവർ ഗ്രൂപ്പ് എനിക്ക് അറിഞ്ഞുകൂടാ. സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു പവറൊന്നും സിനിമയിൽ വരാൻ സാധ്യതയില്ല. പവർ ഗ്രൂപ്പ് ഒരാളിനെ കൊണ്ടുവന്നു, ഇനി ഇയാളെ മെയിൻ റോൾ അഭിനയിക്കുന്നു പറഞ്ഞാൽ ആ പടം പൊളിഞ്ഞു പോയാൽ എന്തോ ചെയ്യും? ഏത് പവർ ഗ്രൂപ്പ്? കോടിക്കണക്കിന് രൂപ വിലയുള്ള മുതൽ മുടക്കുള്ള സിനിമയല്ലയോ? ഇനി എത്ര പവറാണെങ്കിലും എൻ്റെ സ്വന്തം ആൾ എൻ്റെ പവർ വെച്ചിട്ട് പോയി കഴിഞ്ഞ് ഒരു സിനിമ ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ എത്രയോ പേരിപ്പം പ്രേമല്ലു എന്ന് പറഞ്ഞൊരു സിനിമയിൽ ഒരു ചെറിയ പയ്യനല്ലേ വന്നത്? എന്തോ പവറുണ്ടവന്? എത്ര കോടി രൂപയാണ് ഉണ്ടാക്കിയത്? പവർ ഗ്രൂപ്പ് ഒന്നും നിലനിൽക്കത്തില്ലെന്ന്. പവർ ഗ്രൂപ്പിന് എവിടുന്ന് പൈസ കിട്ടും? അവർ കൊണ്ടുവരുന്ന പവർ അനുസരിച്ചുള്ള ആൾക്കാർ വിജയിപ്പിച്ചില്ലെങ്കിൽ, സംവിധായകനായിട്ട് അഭിനേതാവായിട്ട് വിജയിപ്പിച്ചില്ലെങ്കിൽ അത് എനിക്ക് എത്ര ആയിട്ട് മനസ്സിലാവുന്നില്ല. പിന്നെ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ കുറേ കാലമായിട്ട്, തുടക്കകാലത്തൊക്കെ ഇപ്പോൾ ഒരുപാട് സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നീട് ഒരു കാലം കഴിഞ്ഞപ്പോൾ എനിക്ക് പറ്റിയ റോളുകൾ എന്നെ തേടി വരികയാണ്. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറയാം, എനിക്കിങ്ങനെ ഒരു സമയക്കുറവുണ്ട് MLA ആയതുകൊണ്ടെന്ന് പറയുമ്പോൾ പല ആൾക്കാരും, എല്ലാവരും ഒന്നല്ല, പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഈ സിനിമ എടുക്കുന്നില്ല. നിങ്ങൾ മുകേഷ് ചേട്ടൻ എടുത്തില്ലെങ്കിൽ ഈ റോള് പിന്നെ നമുക്ക് പറ്റുന്നില്ല, ഞങ്ങൾ അതനുസരിച്ച് എഴുതിപ്പോയി എന്നൊക്കെ പറയുന്ന അതിനകത്ത് പവർ ഗ്രൂപ്പിൻ്റെ മേളിലായിരിക്കും ചിലപ്പം. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഇല്ലാതാക്കാനൊന്നും ഉണ്ടാക്കി കൊണ്ടുവരാനും ഒന്നും പറ്റത്തില്ല. എല്ലാം കഴിവിൻ്റെ അടിസ്ഥാനത്തിലാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സ്ഥാനം രാജിവെക്കേണ്ടതല്ലേ? അല്ല, അത് അന്വേഷിക്കട്ടെ. ഇപ്പം ഞാനിപ്പോൾ എന്തെങ്കിലും തരത്തിൽ രാജിവെക്കണം എന്ന് പറഞ്ഞിട്ട് അയാൾ വളരെ നിരപരാധിയാണെന്ന് പറഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? അതല്ല, രാജിവെക്കണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അതൊക്കെ ഡെലിക്കേറ്റായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മുടെ ഒരു സഹപ്രവർത്തകനാണ്, ഏറ്റവും അടുത്ത സുഹൃത്താണ് അദ്ദേഹം. ഞാൻ തെറ്റ് ചെയ്തില്ല എന്ന് പറയുന്നു. അപ്പോൾ ആ സാഹചര്യത്തിൽ ഒരു ബോഡി അന്വേഷിക്കട്ടെ, മനസ്സിലാക്കട്ടെ, കണ്ടുപിടിക്കട്ടെ, അത്രേ ഉള്ളൂ. ഈ കേന്ദ്ര കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഈ പിന്നെ വനിതകളായിട്ടുള്ള നടിമാർ അവർ കൃത്യമായിട്ട് കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കണമെന്നുള്ള കാര്യത്തിലേക്ക് എത്തണോ? അതിൽ ഇത് കേസെടുക്കേണ്ടതല്ലേ? അല്ല, കേസ് എടുത്തു കഴിഞ്ഞാൽ, അല്ല എൻ്റെ ചിലപ്പോൾ എനിക്ക് അറിവില്ലായ്മ കൊണ്ട് പറയുകയാണ്, കേസ് എടുത്തു കഴിഞ്ഞാൽ അവർ പറയുന്നത് ഞങ്ങൾക്ക് പരാതിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തവരെന്തോ ആവും? എനിക്ക് പരാതി ഉണ്ടെന്ന് പറയുമ്പോഴല്ലേ കേസ് വരുന്നത്. അപ്പോൾ അല്ലാതെ തന്നെ ഇന്ന ആൾക്കാരുടെ ഇതിൽ ഞങ്ങൾ കേസ് കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവർ പറയുന്നു ഞങ്ങൾക്കൊരു പരാതിയില്ല. പരാതി ഉണ്ടെങ്കിൽ പരാതിപ്പെടണമല്ലോ. അതൊക്കെ ചെറിയ ചെറിയ ഡെലിക്കേറ്റ് കാര്യങ്ങളാണ്. അതെല്ലാം അവർ ഗവൺമെൻറ്റും തീരുമാനിക്കട്ടെ, സംഘടനകളും തീരുമാനിക്കട്ടെ.